അശ്മി, ഒരു സങ്കടകരമായ വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നത് മുണ്ടത്തിക്കോട് അപകടത്തിൽ ഒരു മരണം കൂടി റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം രാത്രി ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴിതാ മറ്റൊരാൾ കൂടി മരിച്ചിരിക്കുന്നു എന്നറിയുന്നു. തൃശൂർ കുണ്ടന്നൂർ സ്വദേശി രാകേഷ് ആണ് മരിച്ചത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. വിവരങ്ങളുമായി ശ്രീകുമാർ ചെയ്യുന്നു. ശ്രീത്ത്, ഒരു പരിധിയിൽ കൂടുതൽ വലിയ ശതമാനത്തിൽ പൊള്ളലേറ്റാൽ ബാക്ക് ടു ലൈഫ് വളരെ ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടർമാർ അടക്കമുള്ളവർ പറയാറുണ്ട്. നല്ല പൊള്ളലേറ്റ ആളായിരുന്നു മരിച്ചുപോയതെന്ന് ഇപ്പോൾ രാകേഷിന് ഇപ്പോൾ അറിയാൻ കഴിയുന്നുണ്ട്. എപ്പോഴായിരുന്നു മരണം? മൊത്തം 17 പേർ വിടവാങ്ങിയപ്പോൾ ശ്രീത്ത്. മരണസംഖ്യ 16 അശ്മി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മരിച്ചത് 15 പേരായിരുന്നു. ഇപ്പോൾ 16 ആയിരിക്കുന്നു. എന്തായാലും ഈ രാകേഷ് ഈ മേഖലയിലെ ഒരു പ്രധാനപ്പെട്ട ആൾ തന്നെയായിരുന്നു. തിരുവമ്പാടി വിഭാഗത്തിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഓടി നടക്കുന്ന ഒരാൾ തന്നെയായിരുന്നു രാകേഷ്. 29 വയസ്സാണ്. കുണ്ടന്നൂർ സ്വദേശിയാണ് രാകേഷ്. രാകേഷിന് 40% പൊള്ളൽ ഏറ്റിരുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും രാകേഷ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. അദ്ദേഹത്തിന് ഓർമ്മയ്ക്കൊന്നും യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് നില കൂടുതൽ വഷളാവുകയായിരുന്നു. ഉടൻ തന്നെ അവിടെ നിന്ന് ICUവിലേക്കും വെന്റിലേറ്ററിലേക്കും ഒക്കെ മാറ്റിയെങ്കിലും മറ്റ് ജീവൻ രക്ഷിക്കാനുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ മൃതദേഹം അല്പസമയത്തിനകം തന്നെ മോർച്ചറിയിലേക്ക് മാറ്റും. മരണസംഖ്യ 16 കടന്നിരിക്കുന്നു. ദുഃഖകരമായ കാര്യമാണ് ഈ ഒരു നിമിഷത്തിൽ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഒട്ടകുളം എരുവപ്പുറന്ന് കണ്ണായിപ്പറമ്പിൽ ഉണ്ണികൃഷ്ണനാണ് കഴിഞ്ഞ പോയ ദിവസം മരിച്ചത്. ഇന്നിപ്പോൾ കുണ്ടന്നൂർ സ്വദേശി രാകേഷ് മരിക്കുന്നു. സങ്കടകരമാണ് എന്ന് പറഞ്ഞാൽ ഈ പൊള്ളലേറ്റ് കിടക്കുമ്പോൾ നമ്മുടെ ബോധം നഷ്ടമാവാതിരിക്കുക, ഓർമ്മ നഷ്ടമാവാതിരിക്കുക, അതൊക്കെ വേദന അനുഭവിക്കുക എന്നൊക്കെ പറയുന്ന വേദനയാണ്. അപ്പോൾ ആ മരണം അങ്ങനെ ഉയരുകയാണ്. ഇനി അത് ഒരു മരണം കൂടി അതിൽ ഉണ്ടാവാതിരിക്കട്ടെ. എത്ര പൊള്ളലുള്ളവരാണെങ്കിലും ബാക്കി ആശുപത്രിയിൽ കിടക്കുന്നവർ വളരെ സജീവമായി ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ. ഇപ്പോൾ പുറ്റിങ്ങൽ അപകടത്തിലൊക്കെ വലിയ പൊള്ളലേറ്റവരൊക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. നമ്മുടെ ഒരു ദിവസം കഴിഞ്ഞ ദിവസം എൻകൗണ്ടർ ചർച്ചയിൽ അതിലൊരാൾ ഉണ്ടാവുകയും ചെയ്തതാണ്. ബാക്കിയുള്ളവർ പെട്ടെന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.